Hello friends, welcome to my channel. My name is Jay Johnson C. എല്ലാവർക്കും സന്തോഷം വിചാരിക്കുന്നു, സുഖമായി വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ജീവിതം ഒരു ചലഞ്ചിങ് ആണോ അല്ലെങ്കിൽ ഒരു ചലഞ്ചാണോ എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. നമ്മൾ പലരും ഈ വിഷയത്തെക്കുറിച്ച് മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കാം, കേൾക്കാത്തതുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ചിന്തിക്കുന്നതായിരിക്കാം. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ സ്പീഡ് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു താളം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, നമ്മളുടെ ജീവിതം ഇപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ പിന്നോട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ, ജീവിതത്തിൽ പിന്നോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയായ സമയത്ത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ കാലഘട്ടം, അത് കഴിഞ്ഞ് നമ്മുടെ ഹയർ സെക്കൻഡറി കാലഘട്ടം, അത് കഴിഞ്ഞ് ഡിഗ്രി ലെവൽ, അത് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് മുന്നേ ചിലർ ടെക്നിക്കലായിട്ടുള്ള പഠനങ്ങൾ പഠിക്കാൻ പോകുന്ന ആൾക്കാർ, അത് കഴിഞ്ഞ ശേഷം ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്ന കാലഘട്ടം, എല്ലാം നമ്മൾ ഓരോരോ ചലഞ്ചിങ് മേലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ ഈ ഒരു വാക്കിന് എത്ര പ്രസക്തിയോ എത്ര ഇമ്പോർട്ടൻസോ കൊടുത്തിട്ടുണ്ടാവണം എന്ന് നിർബന്ധമില്ല. എന്നതിലുപരി നമ്മൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ പലരും നമ്മളെ മെന്ററായിട്ടുണ്ട്, നമ്മൾക്ക് വഴികാട്ടികളായിട്ടുണ്ട്, നമ്മളെ ഇതിനു വേണ്ടി പരിശീലിപ്പിച്ച ആൾക്കാരുണ്ട്, നമ്മുടെ അഭ്യുദയകാംക്ഷികൾ അടക്കം നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, നമ്മളുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, എല്ലാവരും നമ്മൾ ഒരു നല്ല കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നല്ല വഴികൾ കാട്ടി തന്ന് നമ്മുടെ ഇന്നുള്ള ഏത് അവസ്ഥയാണെങ്കിലും അവിടേക്ക് നമ്മൾ ചലഞ്ചിങ് കൂടിയാണ് നമ്മൾ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് യഥാർത്ഥത്തിൽ ചലഞ്ച് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്, നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്യങ്ങൾ എത്താൻ സാധിക്കാത്ത അവസ്ഥകൾ, അല്ലെങ്കിൽ സാധിച്ചവർക്ക് ചിലപ്പോൾ അത് അത്രയ്ക്കധികം അത് ചലഞ്ച് ചെയ്തുകൊണ്ടാണ് അങ്ങ് തോന്നുന്ന നിർബന്ധമില്ല. തോന്നുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇതിലേക്കൊന്നും എത്താത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവർക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ അവർ ചലഞ്ചബിളായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത പകുതി വഴി ഇട്ട് നിൽക്കുന്ന ആൾക്കാർ ഒന്ന് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചാർജിങ് അല്ലെങ്കിൽ ഒരു പിൻതാങ്ങൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് അടുത്ത ലെവലിലേക്ക് പോകാം എന്ന സാഹചര്യത്തിൽ വരുന്നതുകൊണ്ട്, അപ്പോൾ ആ ഒരു ചലഞ്ച് നമ്മൾ തന്നെയാണ് ആ ഒരു പിൻതാങ്ങൽ അല്ലെങ്കിൽ ആ ഒരു ചാർജ് എനർജി നമുക്ക് ചെയ്യേണ്ടത്. ആ ഒരു ചലഞ്ച് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പല വീഡിയോസിലും, ഈ കടലിൽ മഞ്ഞുമലകൾ മൂടിയ കടലിൽ സമുദ്രത്തിൽ, നമ്മൾ ഈ സമുദ്രത്തിന്റെ ഈ മഞ്ഞും മലകൾ അല്ലെങ്കിൽ മഞ്ഞ് ഐസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു തരം ആ ഷിപ്പിൽ ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ എനർജി കൊണ്ടാണ് ആ ഷിപ്പ് മൂവ് ചെയ്യുന്നതും. അത്ര വലിയ മഞ്ഞുമലയെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയി ആ വഴി സുഗമമാക്കി ബാക്കിയുള്ള ഷിപ്പുകൾക്കും വഴിയൊരുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ചലഞ്ചബിൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം പോലെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും നമ്മൾ നമ്മുടെ ചലഞ്ച് ചെയ്ത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മറ്റുള്ള നല്ല സബ്ജക്റ്റുമായി നമുക്ക് കണ്ടുമുട്ടാം.